Good morning. Good morning, all. Happy morning. Happy morning. Happy morning. Good morning. Good morning, ma'am. Good morning. Good morning, guys. Good morning. Good morning. ma'am. Name, ma'am. Good morning. Good morning. Good morning, ma'am. വീഡിയോ മോഡിൽ Assalamualaikum. വരാൻ പറ്റുന്നവര് വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവര് വീഡിയോ മോഡിൽ വരാ. Good morning. സുബൈദ മാം ബിസി ആയിരിക്കും അല്ലെ, സ്കൂളിലേക്കൊക്കെ പോവാനായിട്ട്. ഓക്കെ, ഇപ്പൊ എല്ലാവരും നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് അല്ലെ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് വരാം. എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ മിറക്കിൾ മോർണിംഗ് റൂട്ടീൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിലാണ്. നമ്മൾ നമ്മുടെ ഒരു ഡേ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ടും ഒരു ഡേ വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് മോർണിംഗിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂട്ടീൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ്, അതുപോലെ ഇപ്പോൾ മോർണിംഗ് ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ഹായ് നജ്മ മാം. Hi, ma'am. ഓക്കെ മാം, വീഡിയോ മോഡിലാണല്ലോ അല്ലേ? ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുന്നു. Alhamdulillah. ഓക്കെ, Happy. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് മോർണിംഗ് റൂട്ടീൻസ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡേ വളരെ പ്രൊഡക്റ്റീവായിട്ടും അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടും നമുക്ക് അതുപോലെ എനർജറ്റിക് ആയിട്ടും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചില ആളുകൾ ചെയ്യുന്ന കാര്യമാണ് എണീറ്റ ഉടനെ നമ്മുടെ ഫോണ് സ്ക്രോൾ ചെയ്ത് അതുപോലെ നമ്മൾ അലാംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, അത് സ്നൂസ് ചെയ്ത് ഒരുപാട് സമയം വീണ്ടും ഉറങ്ങി പെട്ടെന്ന് എണീറ്റ് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും അല്ലേ? അവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളൊരു കുറച്ച് മോർണിംഗ് റൂട്ടീൻ ഫോളോ ചെയ്യണം എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഒരു തീറ്റ മോഡിൽ നിന്നും ആൽഫ മോഡിലേക്ക് വളരെ കാമായിട്ടുള്ള ഒരു മോഡിലേക്ക് ചേഞ്ച് ആവുന്ന ഒരു സമയമാണ്. നമ്മുടെ വേവ്സ് എന്ന് പറയുന്നത് വളരെ കാമായിട്ട് വളരെ സ്ലോയില് ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്? കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള, കുറച്ച് കാമായിട്ടുള്ള, നമ്മുടെ ഒരു പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോവാതെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ഒരു ധൃതി പിടിച്ച് പെട്ടെന്ന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആൽഫ മോഡിൽ നിന്നും പെട്ടെന്ന് ബീറ്റ മോഡിലേക്ക്, മീൻസ് നമ്മൾ പെട്ടെന്നൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നമുക്ക് വളരെ സ്ട്രെസ്ഫുൾ ആവാനും ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യാനും അത് കാരണമാവും. അപ്പോൾ ഇതൊട്ടും നമ്മുടെ ബ്രെയിനിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതുമൂലം നമ്മുടെ ഒരു ഡേ നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനോ എനർജറ്റിക് ആയിട്ട് ആ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാനോ കഴിയില്ല. ആ ഒരു ഡേയുടെ തുടക്കം തന്നെ എങ്ങനെയാണ് വരുന്നത്? വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ആ ഒരു മുഴുവൻ ദിവസത്തെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, രാവിലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡേ വളരെ പ്രൊഡക്റ്റീവായിട്ടും വളരെ
കാമായിട്ടും റിലാക്സ്ഡ് ആയിട്ടും എനർജറ്റിക് ആയിട്ടും അതുപോലെ വളരെ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാനും സാധിക്കും. ഓരോ ദിവസവും ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷനും സംഭവിക്കും. കാരണം ഓരോ ദിവസങ്ങളാണല്ലോ നമ്മുടെ ലൈഫ്, ഓരോ പുതിയ പുതിയ ദിവസങ്ങൾ. അപ്പോൾ ഓരോ പുതിയ ദിവസങ്ങളും നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനും നമ്മൾ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാനും നമുക്ക് സാധിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം മോർണിംഗിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യാമോ, ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യാറുള്ളത്? ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? മാക്സിമം ആളുകൾ വീഡിയോ മോഡിൽ വരിക. നിങ്ങൾ ഈ ഒരു ടൈം മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഫാന്റാസ്റ്റിക്. ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷൻ, റീഡിങ്, വെരി ഗുഡ്. റീഡിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെഷനിൽ ഇരിക്കുമ്പോൾ മാക്സിമം എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാനും അതുപോലെ വീഡിയോ മോഡിൽ വരാനും ശ്രദ്ധിക്കുക. അതൊന്നുകൂടെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് മാറും കേട്ടോ. വെറുതെ ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ അല്ലേ, നമുക്ക് ഒരു രാവിലെ മോർണിംഗിൽ ഒരു ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ചെറിയ രീതിയിലൊരു ഉറക്കച്ചടവ് ഉണ്ടാവും അല്ലേ. ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സേവേഴ്സ് എന്ന ഒരു ടൈറ്റിൽ അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. സേവേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ 6 കാര്യങ്ങളാണ് വരുന്നത്. യെസ് ഫോർ സൈലൻസ്. ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ വേണമെങ്കിൽ യെസ് ഫോർ സൈലൻസ്, എ ഫോർ അഫർമേഷൻസ്, വി ഫോർ വിഷ്വലൈസേഷൻ, ഇ ഫോർ എക്സസൈസ്, ആർ ഫോർ റീഡിംഗ് ആൻഡ് യെസ് ഫോർ സ്ക്രൈബിംഗ്. ഈ 6 കാര്യങ്ങളാണ്, ഈ ഒരു 6 പ്രാക്ടീസസ് ആണ് രാവിലെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സേവേഴ്സ് അല്ലേ, പേരിൽ തന്നെയുണ്ട് അതിൻ്റെ ആ ഒരു മിറാക്കിൾ. ലോകത്ത് വിജയിച്ച ആളുകൾ ഫോളോ ചെയ്ത, അതുപോലെ ഒരുപാട് പഠനങ്ങൾ തെളിയിച്ച കാര്യമാണ്. ഇതൊരു ബുക്കുണ്ട്, മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ എന്നൊരു പുസ്തകം തന്നെയുണ്ട്. എഴുത്തുകാരനും പ്രാസംഗികനുമായിട്ടുള്ള ഹാൽ എൽറോഡ് എന്ന വ്യക്തി എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് അവൈലബിൾ ആണ്. ഇത് ഫോളോ ചെയ്തിട്ടുള്ള ആളുകൾ ഒരു പഠനം നടന്നിട്ട് വളരെ മിറാക്കിൾസ് ആണ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഫസ്റ്റ് വരുന്നത് സൈലൻസ് അല്ലെ. സേവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹെഡ്ലൈൻ പോലെയാണ്. ആ ഒരു പേരിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാനും രക്ഷപ്പെടാനും ഉള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അങ്ങ് രക്ഷപ്പെടും. നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് വരുന്നത് യെസ് ഫോർ സൈലൻസ്. എന്താണ്? നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? കുറച്ച് സമയം, യെസ് ബഷീർ അവിടെ ടെക്സ്റ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. സൈലൻസ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, എക്സസൈസ്, റീഡിങ്, സ്ക്രൈബിങ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ എണീക്കുന്നതിൻ്റെ ഒരു ഹാഫ് അവറെങ്കിലും നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പുസ്തകത്തിൽ പറയുന്നത് നിങ്ങൾക്ക് 6 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. എത്ര തിരക്ക് പിടിച്ച ആളുകളാണെങ്കിലും നിങ്ങൾക്ക് 6 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ ഇത് തീർക്കാം അല്ലെ. ഒരു തിരക്ക് പിടിച്ചപ്പോൾ നേരത്തെ ജോലിക്ക് പോകേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ കുഞ്ഞുള്ള അമ്മമാരുണ്ടാകും. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ 1 മണിക്കൂർ വരെ നമുക്കത് ചെയ്യുകയും ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ നേരത്തെ എണീക്കുക. അരമണിക്കൂർ നേരത്തെ എണീക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തെ ബെഡിലേക്ക് പോകുക എന്നുള്ളതാണ്.
ബെഡ് ടൈം 1.5 മണിക്കൂർ നേരത്തെ ആക്കുക. ഓക്കെ, ഈ കാര്യം നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വളരെ പ്രൊഡക്റ്റീവായിട്ടൊരു ഡേ നമുക്ക് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് പ്രാക്ടീസായിട്ട് വരുന്നത് സൈലൻസ് ആണ്. പർപ്പസ്ഫുള്ളി നമ്മൾ സൈലൻ്റ് ആയിട്ട് കുറച്ച് സമയം ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്, ഫസ്റ്റ് പ്രാക്ടീസായിട്ട് വരുന്നത്. ഈ സൈലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് എങ്കിലും ബ്രീത്തിലേക്ക് ശ്രദ്ധിച്ച് ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യുക, അതുപോലെ സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. നമ്മൾ ആ ഒരു ശ്വസനത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും അതുപോലെ പുറത്തേക്ക് വിടുന്നതും നമ്മൾ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ ചെയ്യാം. പിന്നെന്താണ് ഈ ഒരു പേർപ്പസ്ഫുള്ളി സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പ്രെയർ ചെയ്യാം, പ്രാർത്ഥിക്കാം, അല്ലേ? നമ്മുടേതായിട്ടുള്ള ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളുടെ ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ ഉണ്ടാവും. ആ പ്രാർത്ഥനകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഞാൻ ചെയ്യുന്നൊരു കാര്യം കൂടെയാണ് അത്. വളരെ നമുക്ക് ആ ഒരു രാവിലെ തന്നെ ഒരു ഹാപ്പിനെസ് ഫീലോട് കൂടിയിട്ട് നമുക്ക് ബെഡിൽ നിന്ന് എണീറ്റ് പോരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചെയ്യാറുള്ള കാര്യം പറയാം. ബെഡിൽ എണീറ്റ് ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് അവിടെ തന്നെ ഇരിക്കുക. എണീറ്റ് അവിടെ തന്നെ ഇരുന്നിട്ട് നമ്മുടെ ബ്ലെസ്സിങ്സ് ചെസ്റ്റിലെ കൈവച്ച് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. 2, 3, 4 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ബ്ലെസ്സിങ്സ് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നന്ദി പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചതിന്. അതുപോലെ ഒരു ദിവസം കൂടെ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നതിന് ദൈവം ഇന്ന് നമ്മൾ ഉണർന്നു. അതൊരു ഗിഫ്റ്റാണ് നമുക്ക്. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? റുക്സാന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ആ ഒരു ബെഡിൽ തന്നെ ഇരുന്ന് നമുക്ക് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ആ ഒരു ബ്ലെസ്സിങ്സിലേക്ക് ഫോക്കസ് ചെയ്ത് ഓരോ ബ്ലെസ്സിങ്ങും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിന് മനസ്സറിഞ്ഞ് നന്ദി പറയാം. വളരെ ഫീലിങ്സോട് കൂടിയിട്ട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ആ ബ്ലെസ്സിങ്സിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും എനർജി ഹൈ ആവും. ഒരു എനർജി മെഡിസിൻ ആണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് നമ്മുടെ എനർജി ഹൈ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു 5 മിനിറ്റ്സോ മാക്സിമം 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് നിങ്ങളുടെ സമയത്തിന് അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു 10 മിനിറ്റ്സ് ഈ രീതിയിൽ നിങ്ങൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒരു പ്രാർത്ഥനയും അങ്ങനെയൊക്കെ ചെയ്തിട്ട്, അപ്പോൾ നമ്മുടെ മൈൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബ്രെയിൻ ആ ഒരു തീറ്റ മോഡിൽ നിന്നും നമ്മൾ എവിടേക്കാണ് ആ ഒരു ആൽഫ മോഡിലേക്ക്, അല്ലെ, ആ ഒരു ചേഞ്ച് ആവുന്നൊരു ടൈമാണ്. ഈ സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു ആൽഫ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? നമുക്ക് അഫർമേഷൻസ് ആണ്, അല്ലെ? സേവേഴ്സിൽ യെസ് നമ്മൾ പറഞ്ഞു, സൈലൻസ് പറഞ്ഞു. ഇനി വരുന്നത് അഫർമേഷൻസ് ആണ്. അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, പോസിറ്റീവായിട്ട് ചിന്തിക്കണം, നമ്മുടെ ചിന്തകളാണ് എല്ലാം, പോസിറ്റീവായിട്ടുള്ള വേർഡ്സുകൾ പറയണം, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു നെഗറ്റീവ്ലി പ്രോഗ്രാംഡ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡിനെ പോസിറ്റീവിലേക്ക് റീപ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് അഫർമേഷൻ. നമ്മൾ നമ്മോട് തന്നെ, റുക്സാന മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ ഒരു അഫർമേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ട് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. നമ്മൾ നമ്മോട് തന്നെ പറയുന്ന വാക്കുകളാണ് അഫർമേഷൻസ് ആയിട്ട് വരുന്നത്. നമ്മുടെ അഫർമേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമുക്ക് വേണ്ട കാര്യങ്ങൾ. നമ്മളിപ്പോൾ ചില ഏരിയാസിൽ സ്റ്റെക്കായിട്ട് അല്ലെങ്കിൽ പ്രോബ്ലംസിലൊക്കെ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. ഹെൽത്ത് വൈസ് ആവാം, വെൽത്ത് വൈസ് ആവാം, റിലേഷൻഷിപ്പിലാവാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്
അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ നമ്മോട് തന്നെ പറയുക. അതാണ് അഫർമേഷൻസ്. ഇതിലൂടെ പ്രതിജ്ഞാവാചകങ്ങൾ എന്നും പറയും. ഈ അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മോട് തന്നെ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ തക്ക കഴിവുള്ള വാക്കുകൾ. ഇപ്പോൾ ഇതിൽ പറയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം. നമ്മുടെ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മോർണിംഗ് ടൈമിൽ ഫോളോ ചെയ്യുന്ന മാത്രമല്ല, നമ്മൾ ഒരു നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മോട് പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒരിക്കലും രക്ഷപ്പെടുകയില്ല. നമ്മൾ നമ്മോട് ഇപ്പം ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ മോശമാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇത് തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ അതാണ് സംഭവിക്കുക. നമ്മുടെ വാക്കുകൾക്കും ചിന്തകൾക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, എനർജി, പവർ ഉണ്ട് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ. നെഗറ്റീവായിട്ട് നമ്മൾ അഫർമേഷൻസ് പറയുകയാണെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യം നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാനും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ, അങ്ങനെ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ട കാര്യങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടാനും തക്ക ശക്തി, എനർജി, പവർ നമ്മുടെ വാക്കുകൾക്കും ചിന്തകൾക്കും ഉണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മോർണിംഗ് ടൈമിൽ മാത്രമല്ല, നമ്മുടെ ഹോൾ ലൈഫിൽ, ഹോൾ ഡേയിൽ നമ്മൾ നമ്മുടെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ നെഗറ്റീവ്സ് മാത്രം പറയുകയാണെങ്കിൽ നെഗറ്റീവ്സ് മാത്രമേ നമ്മുടെ ലൈഫിൽ സംഭവിക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, വെൽത്തിൽ മണി ബ്ലോക്ക് ഉള്ള ഒരാൾ ഒരു അഫർമേഷൻ, ഇപ്പം മണി ബ്ലോക്ക് ഉള്ള ആൾ, എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്, ക്യാഷ് ഇല്ല, കടങ്ങളാണെന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ വീണ്ടും അത് അട്രാക്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം അതിന് പകരമായിട്ട് നമുക്ക് എന്താണോ വേണ്ടത്, എന്താണോ നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ടത്, അതാണ് അഫർമേഷൻസ് ആയിട്ട് നമ്മൾ പറയേണ്ടത്. അപ്പോൾ മോർണിംഗിൽ തന്നെ ഈ സൈലൻസ് എന്നുള്ളതിന് ശേഷം നമ്മൾ അഫർമേഷൻസിലേക്ക് വരാം. അഫർമേഷൻസ് നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു മണി ബ്ലോക്ക് ഉള്ള ആളാണെങ്കിൽ, ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ അഫർമേഷൻ പറയാം: എൻ്റെ ലൈഫിലേക്ക് പണം ഒഴുകി വരുന്നു, നന്മ നിറഞ്ഞ പണം എന്നിലേക്ക് ഒഴുകി വരുന്നു, അല്ലെങ്കിൽ ഞാൻ റിച്ച് ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ റിച്ച് ആണ് എന്നുള്ള അഫർമേഷൻസ് ആണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഈ അഫർമേഷൻസ് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അഫർമേഷൻസ് പറയുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കണം അതിൽ യൂസ് ചെയ്യേണ്ടത്. പോസിറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്, നമ്മുടെ ബ്രെയിനിന് തെറ്റെന്താണ് ശരി എന്താണെന്ന് ചിന്തിക്കാനോ ഒരു ബുദ്ധിയില്ല, അങ്ങനെ ഒരു ഇൻ്റലിജൻസ് പവർ ഇല്ല നമ്മുടെ ബ്രെയിനിന്. എന്താണോ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുതരും. അതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ നമ്മൾ ഈ കടം വീടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കടം വീടാനാണെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്താണ് ചിന്തിക്കുന്നത്? ഇവർക്ക് എന്ത് വേണം? കടം എന്നുള്ള വാക്കാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. കടം എന്നുള്ള നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ ഈ അഫർമേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആവണം യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അഫർമേഷൻസ് ആയി കൊടുക്കുമ്പോൾ അത് പ്രസന്റ് ടെൻസിലായിരിക്കണം, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളത് പറയേണ്ടതും എഴുതേണ്ടതും ഒക്കെ. ഇപ്പോൾ ഞാൻ റിച്ച് ആണ്, ഇപ്പോൾ മണി ബ്ലോക്ക് ഉള്ള ഒരാളാണെങ്കിലും അയാൾ എഴുതേണ്ട അഫർമേഷൻ, പറയേണ്ട അഫർമേഷൻ എങ്ങനെയാണ്? ഞാൻ റിച്ച് ആണ്. കാരണം അതിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ആ ഒരു ഫീലിങ്സോട് കൂടിയിട്ട് നമ്മൾ പറയാം. ഞാൻ റിച്ച് ആണ് എന്നുള്ളത്, ആ ഒരു ഫീലിംഗ്, ഞാൻ റിച്ച് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു മനസ്സിൽ ആ ഒരു ഫീലിംഗ്, ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തുകൊണ്ട് അഫർമേഷൻസ് നമ്മൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ അഫർമേഷൻസിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഹെൽത്ത് വൈസ് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ഐ ആം ഹെൽത്തി എന്നുള്ള അഫർമേഷൻ യൂസ് ചെയ്യാം. ഞാൻ ഹെൽത്തി ആണ്, ഐ ആം ഹെൽത്തി, ഐ ആം ഹാപ്പി, ഞാൻ വളരെ സന്തോഷവാനാണ്. അതുപോലെ ഓരോ നിമിഷവും എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള അഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യാം. പ്രസന്റ് ടെൻസിലായിരിക്കണം, അതുപോലെ പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് ആയിരിക്കണം, അതുപോലെ ആ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഒരു ഫീലിംഗ് വരണം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ അഫർമേഷൻസ് ഒക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എൻ്റെ ലൈഫ് ചേഞ്ച് ആവുമോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് വരും. ബട്ട് നോ ഡൗട്ട്, ഡെഫിനറ്റ്ലി അത് സംഭവിച്ചിരിക്കും.
ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ലൈഫ് ഇതുവരെ നിങ്ങൾ സംസാരിച്ചതും നിങ്ങൾ ചിന്തിച്ചതും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ രീതിയിൽ നമ്മുടെ മൈൻഡ് ചേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ്, നമ്മുടെ വേർഡ്സ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അഫർമേഷൻസ് പറയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. മോർണിംഗിൽ തന്നെ ആദ്യം സൈലൻ്റ് ആയിട്ടിരിക്കുക, കുറച്ച് സമയം ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അഫർമേഷൻസിലേക്ക് പോവുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മോട് തന്നെ കണ്ണുകളടച്ച് നമ്മൾ പറയുകയോ ചെയ്യാം. ഓക്കെ, അങ്ങനെ വേണ്ട നമ്മുടെ ഏത് ഏരിയയിലാണോ നമുക്ക് പ്രോബ്ലം അനുഭവിക്കുന്നത്, സ്റ്റെക്നെസ് അനുഭവിക്കുന്നത്, അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് പറയാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് വരുന്നത്? വിഷ്വലൈസേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. ഇതൊക്കെ ഒരുപാട് സമയം ചെയ്യണമെന്നില്ല, കുറച്ച് സമയം നമ്മൾ ചെയ്യുക. തുടക്കത്തിൽ കുറച്ച് സമയമാക്കിയിട്ട് കൊണ്ടുവന്ന് പിന്നെ നമുക്കത് ടൈം കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് വിഷ്വലൈസേഷൻ ആണ്. സേവേഴ്സിൽ യെസ് സൈലൻസ്, എ അഫർമേഷൻ, തേർഡ് വരുന്നത് വി വിഷ്വലൈസേഷൻ. എന്താണ് വിഷ്വലൈസേഷൻ? ഇപ്പം ഈ അഫർമേഷൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് എങ്ങനെയാണോ വേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കാണാം, വിഷ്വൽ ചെയ്യാം. മനസ്സിൽ അതിൻ്റെ ചിത്രങ്ങൾ, ഇമേജസ്, ഒരു മൂവി പോലെ നമ്മൾ കാണുക എന്നുള്ളതാണ് വിഷ്വലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഷ്വലൈസേഷന് നമുക്ക് നമ്മുടെ ഗോൾസ്, നമ്മുടെ ആഗ്രഹിച്ച ആ ഒരു ലൈഫ് നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. അല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതിനൊക്കെ എന്താ ചെയ്യുക, എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് അറിയില്ല. എന്താണ് അതിൽ നമ്മൾ ഒരു ആക്ഷൻ എങ്ങനെ ചെയ്യണം, മൈൻഡിനെ നമ്മൾ എങ്ങനെ പ്രിപ്പയർഡ് ആക്കണം. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എൻ്റെ ലൈഫ്, ഒരു ബെറ്റർ ലൈഫ് എനിക്ക് വേണം, ഒരുപാട് പണം വേണം, ആഗ്രഹിക്കുന്നത് എന്തോ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് കിട്ടണം, ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് നമുക്ക് വേണം, അല്ലേ? പക്ഷെ ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് മാത്രം നമുക്ക് അറിയില്ല. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അഫർമേഷൻ, അതുപോലെ വിഷ്വലൈസേഷൻ. ഇതും വളരെ പവർഫുൾ ആണ്. നമ്മൾ നിരന്തരം നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു മൂവി ആയിട്ട് കണ്ട് വിഷ്വൽ ചെയ്ത് നമ്മൾ മനസ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇപ്പൊ ഡെയിലി നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് എന്താ നമ്മുടെ ലൈഫിൽ സംഭവിക്കുക, അല്ലെ? വളരെ അടിപൊളിയായിട്ട് നമ്മുടെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാനും അടിപൊളിയായിട്ട് അത് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ എങ്ങനെ വിഷ്വൽ ചെയ്യണം? ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ നമുക്കൊരു വീട് വേണം എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വിഷ്വൽ ചെയ്യേണ്ടത്? ആ ഒരു വീടിൻ്റെ ആ ഒരു ബേസിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ഒരു സ്ഥലം വാങ്ങുന്നു, സ്ഥലമുള്ള ആളുകളാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് വീട് കെട്ടുന്നതായിട്ടും, ആ ഒരു തറ കെട്ടുന്നു, അതിന് മുകളിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിൽ വളരെ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ, അഫർമേഷൻ്റെ കേസ് പറയുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു പ്രസന്റ് ടെൻസിൽ ആ ഒരു സന്തോഷം ഫീൽ ചെയ്തുകൊണ്ട്, ഹാപ്പിനെസ് ഫീൽ ചെയ്തുകൊണ്ട് നമ്മളത് വിഷ്വൽ ചെയ്യുക എന്നുള്ളതാണ്, മനസ്സിൽ കാണാം. അപ്പോൾ വീട് പണിയാണെങ്കിൽ അതിൻ്റെ എല്ലാ ജോലികളും, ജോലിക്കാർ വരുന്നതും, അവർ വളരെ ഹാപ്പി ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് അവർ ജോലി ചെയ്യുന്നതും, ആ ഒരു വീടിൻ്റെ പണി മൊത്തം, ആ ഒരു വീട് പണി കഴിഞ്ഞ് നമ്മൾ അതിൽ ആ ഒരു വീട് കൂടൽ, ഗൃഹപ്രവേശനം, അതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ട് ആ ഒരു ഹാപ്പിനെസ്സോട് കൂടിയിട്ട് വിഷ്വൽ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ വേണ്ട ഏത് ഏരിയയിലാണെങ്കിലും, ഇപ്പം മണി ബ്ലോക്കുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് പണം അദ്ദേഹത്തിലേക്ക് വരുന്നതും, അദ്ദേഹത്തിന് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ബിസിനസ് നല്ല ഗ്രോത്ത് ചെയ്ത് ആ ഒരു വളരെ വലിയൊരു വളർച്ചയിലേക്ക് എത്തുന്നതും, അദ്ദേഹത്തിന് പണം വരുന്നതും, അദ്ദേഹം ഹാപ്പി ആവുന്നതും, ഇതെല്ലാം നമുക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റും. ഇതൊന്നും ഒരുപാട് സമയം എടുക്കുന്ന കാര്യമല്ല, ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ എണീറ്റ് ഉടനെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗോൾസൊക്കെ നമ്മൾ ഒരു നോട്ട്ബുക്കിലോ ഒക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ ഓരോന്നും നമ്മുടെ ഗോൾസ്, ഇപ്പം നമുക്ക് കരിയർ ഗോൾ ആണെങ്കിൽ ഇങ്ങനെ ഒരു ജോലി വേണം, അല്ലെങ്കിൽ ഈ ഒരു എക്സാം പാസ്സാവണം എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ക്യാഷ് ഒരുപാട് വേണം, ഒരുപാട് മീൻസ് നമുക്ക് ക്യാഷ് വേണം. അങ്ങനെ അത് ഓരോ ഗോളും നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്നും വിട്ടുപോകാതെ വിഷ്വൽ ചെയ്യാനും അതിൻ്റെ അഫർമേഷൻസ് പറയാനും സാധിക്കും.
അപ്പോൾ ഈ രീതിയിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ അത് വിഷ്വൽ ചെയ്യുക, മനസ്സിൽ അത് വിഷ്വൽ ചെയ്യുക. ഇമോഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ ലാസ്റ്റ് പറയാം. ആ ഇമോഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ട്. കാരണം ഇപ്പോൾ പ്രസന്റ്ലി നമ്മൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കേസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഇമോഷനിലേക്ക്, മീൻസ് ഒരു ഹാപ്പിനെസ് ഫീലിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഹീൽ ചെയ്യുക എന്നുള്ളതും കൂടെ അതിന്റെ കൂടെ വരുന്നില്ല. അതിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിഷ്വലൈസേഷൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. അപ്പം മോർണിംഗിൽ ആദ്യം ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്ന് ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് ഗ്രാറ്റ്യൂഡൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നെക്സ്റ്റ് അഫർമേഷനിലേക്ക് ഒന്ന് പോയി അഫർമേഷൻസ്, നമുക്ക് വേണ്ട അഫർമേഷൻസ് പറഞ്ഞ്, പിന്നെ നെക്സ്റ്റ് വിഷ്വലൈസേഷൻ അല്ലേ, വേണ്ട കാര്യങ്ങൾ നമുക്ക് വിഷ്വൽ ചെയ്ത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് വിഷ്വൽ ചെയ്യാം. അതുപോലെ ഒരു ഡേയിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളും വിഷ്വൽ ചെയ്യാം. ഈ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും നമുക്ക് വിഷ്വൽ ചെയ്യാം. പിന്നെ വരുന്നത് എന്താണ്? ഇ വിഷ്വലൈസേഷൻ, സേവേഴ്സിൽ ഇനി വരുന്നത് ഇ ആണ് അല്ലേ. എസ് എ വി വരെ നമ്മൾ പറഞ്ഞു. ഇ വരുന്നത് എക്സസൈസ് ആണ്. എന്താണ്? നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കുറേ കൂടെ എല്ലാവരും അതിൽ അല്ലേ, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും നമ്മൾ ഡെയിലി നമ്മളത് ചെയ്യാനായിട്ട്, വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഹെൽത്തും, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഹെൽത്ത് വൈസ് നമ്മൾ വീക്കാണെങ്കിൽ നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. നമ്മൾ ഒരുപാട് ഇപ്പോഴുള്ള നമ്മുടെ അല്ലെ ലൈഫ് സ്റ്റൈൽ വളരെ പറയാറുണ്ട്, ജങ്ക് ഫുഡ് അതുപോലെ ഫാസ്റ്റ് ഫുഡ്, ഇവയൊക്കെ വളരെ നമ്മുടെ ഹെൽത്തിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കലോറി കൂടിയ ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ആ ഒരു എനർജി കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ നിന്നും നമ്മൾ ഒരുപാട് കലോറി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ ഫാറ്റി ആയി പോവും. വളരെ മോശമായിട്ട് നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എക്സസൈസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോവുക. ഹെൽത്ത് ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയില്ല. ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലേ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ കൂടെ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്ട്രെസ്സ് കുറക്കാനും നമ്മുടെ ബോഡിയിൽ പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാനും എക്സസൈസ് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡേ വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എക്സസൈസും വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് റീഡിങ്. ഇ പറഞ്ഞു, ഇനി നമുക്ക് ആർ അല്ലെ, സേവേഴ്സിൽ ആർ എന്ന് വരുന്നത് റീഡിംഗ് ആണ്, വായിക്കുക എന്നുള്ളതാണ്. അല്ലെ, നമ്മുടെ നോളജ് ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ഒരു അപ്ഡേഷന് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് റീഡിങ്. ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കുക. ഏതെങ്കിലും ബുക്ക് എന്നല്ല, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഗോൾസിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന, ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ബുക്സ് നമ്മൾ വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വായനാശീലം ഇല്ലാത്ത ഒരാളാണെങ്കിൽ, റീഡിങ് ഹാബിറ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു 1 പേജ് അല്ലെങ്കിൽ ഹാഫ് പേജെങ്കിലും വായിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. കുറച്ച് ഇഷ്ടമില്ലാത്ത ഒരാളൊക്കെ ആണെങ്കിലും നിങ്ങളത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. പിന്നെ അത് കൂടി വരാം കേട്ടോ. അപ്പോൾ ഈ റീഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ ബുക്കുകൾ വായിക്കാം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ബുക്കുകൾ വായിക്കാം. എല്ലാം അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ റീഡിങ് എന്നുള്ളതും ഈ ഒരു നമ്മുടെ സേവേഴ്സിൽ വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട, മോർണിംഗിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ വളരെ ഇപ്പം ബുക്സ് ഒരുപാട് അവൈലബിൾ ആണ്. ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് അല്ലേ, നമ്മുടെ ലൈഫിന്റെ സീക്രട്ട്, നമ്മുടെ എന്താണ് നമ്മുടെ ഹൂ ആം ഐ എന്നുള്ളതിൻ്റെ വളരെ വലിയൊരു സീക്രട്ടാണ് ആ ഒരു ബുക്കിലുള്ളത് അല്ലേ. പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്താണോ, നമ്മുടെ തോട്ട്സ് എന്താണ്, നമ്മളിപ്പോൾ ഈ ഒരു സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ബുക്കാണ് നമുക്ക് ദ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക്. അതുപോലെ യു ക്യാൻ വിൻ, റോബിൻ ശർമ്മയുടെ ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ബുക്സ് വായനാശീലം നമ്മുടെ ഒരു റുട്ടീനിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വായിക്കണമെന്നല്ല, ഒരു 3 പേജെങ്കിലും നമ്മൾ ഡെയിലി വായിച്ച് അതിൽ നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതി വെക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്.
ഇതിൽ തന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? സ്ക്രൈബിങ്. സ്ക്രൈബിംഗ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് പ്രാക്ടീസാണ്. സ്ക്രൈബിംഗ് എന്ന് പറയുമ്പോൾ ജേർണലിംഗ് എന്നും പറയാം. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതി വെക്കുക എന്നുള്ളത്. ഓരോ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ ഇപ്പം എഴുതി വെക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അപ്പം നമ്മൾ ചെയ്യാറുള്ളതാണ് 10 ഗ്രാറ്റിറ്റ്യൂഡ്സ് ഡെയിലി നമ്മുടെ ലൈഫിൽ നമുക്കുള്ള ബ്ലെസ്സിങ്സ് നമ്മൾ എഴുതി വെക്കുക. ജേർണലിംഗ് എന്ന് പറഞ്ഞതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എഴുതുമ്പോൾ, അല്ലേ? നമ്മൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും അതിനേക്കാൾ എഫക്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും നമ്മൾ ജേർണലിംഗ് ചെയ്യുമ്പോൾ. എഴുതുമ്പോൾ ഒന്നുകൂടെ അതിന് റിസൾട്ടാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് വളരെ പവർഫുൾ ആയിട്ട് അത് എഫക്റ്റ് ചെയ്യും. അത് പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. എന്തൊക്കെ എഴുതി വെക്കാം? നമുക്ക് നമ്മുടെ ഗോൾസ് എഴുതി വെക്കാം, അല്ലേ? നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ള ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് എഴുതി വെക്കാം. അതും എന്താണ്, നമ്മുടെ ഗോൾസ് എത്രയും പെട്ടെന്ന് നമുക്ക് ഗോൾസിലേക്കുള്ള ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ പിന്നെന്ത് എഴുതാം? ഗ്രാറ്റിറ്റ്യൂഡ്. നേരത്തെ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ്, 10 ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഡെയിലി എഴുതാം. ഒരുപാട് ബ്ലെസ്സിങ്സ് നമുക്കുണ്ട്, അല്ലേ? പക്ഷെ നമുക്ക് എന്താണ്, നമ്മൾ ഒന്നിനെക്കുറിച്ചും ബോധേഡല്ല, നമ്മൾ ഒന്നിലേക്കും ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ എന്താണ്, പ്രശ്നങ്ങളിലേക്കാണ് നമുക്ക് എപ്പോഴും എനിക്ക് അതില്ല ഇതില്ല എന്നുള്ള ആ ഒരു പരാതിയിലേക്കാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത്. അപ്പം എന്താ നമ്മുടെ ലൈഫിൽ സംഭവിക്കുക? പരാതികൾ വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി എഴുതുക എന്നുള്ളതും ആദ്യം നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ഇരുന്നിട്ട് ബെഡിൽ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം, മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നന്ദി പറയാം. ഇവിടെ നമുക്ക് എഴുതുകൂടെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ അത് പവർഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെന്ത് എഴുതാം? അഫർമേഷൻസ് നമുക്ക് എഴുതാം. നമുക്ക് വേണ്ട കാര്യങ്ങൾ അഫർമേഷൻസ് എഴുതുമ്പോൾ ഒരു കാര്യം തന്നെ, ഒരു അഫർമേഷൻ ഒരു 5 ടൈംസ് അല്ലെങ്കിൽ 11 ടൈംസ് അല്ലെങ്കിൽ 21 ടൈംസ് നമുക്ക് എഴുതാവുന്നതാണ്. അതൊക്കെ വളരെ എഫക്റ്റീവാണ്. പിന്നെ നമുക്ക് എഴുതാം എന്ത്, നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് എന്തൊക്കെയാണ്. ടു ഡു ലിസ്റ്റ് എഴുതാം, അതുപോലെ നോട്ട് ടു ഡു ലിസ്റ്റ് എഴുതാം. എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളും നമുക്ക് എഴുതാവുന്നതാണ്. ടു ഡു ലിസ്റ്റ് എഴുതാം, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുക. അതുപോലെ ഇന്ന് ഇപ്പം നമ്മുടെ ലൈഫിൽ നിന്നും നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ മീൻസ് എന്താണ്, ഇപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ ഒരുപാട് സമയം ഉറങ്ങിയിട്ട്, അല്ലെ? അങ്ങനെയൊക്കെ ചില ആളുകളുണ്ടാവും, ഒരുപാട് സമയം ഉറക്കം. അതൊക്കെ നമ്മുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റിയെ നന്നായിട്ട് ബാധിക്കും, മോശമായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതുപോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുക, മധുരം കഴിക്കുക, അല്ലേ? ഇതൊക്കെ നമുക്ക് ഹെൽത്തിലും ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയൊക്കെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവയെല്ലാം നമ്മൾ നോട്ട് ടു ഡു ലിസ്റ്റിൽ എഴുതുക. അതുപോലെ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് എഴുതി വെക്കുക, പോസിറ്റീവ് തോട്ട്സ് എഴുതി വെക്കുക. ഇങ്ങനെ ജേർണലിംഗ് എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യണമെന്നല്ല, അതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കേട്ടോ. എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കും. പക്ഷേ കുറച്ചാണെങ്കിലും ഇത് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഡെയിലി നമ്മളിത് ചെയ്യുമ്പോൾ വളരെ വലിയൊരു ട്രാൻസ്ഫർമേഷൻ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഇതിൽ വരുന്നത്. ഈ സേവേഴ്സ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഫസ്റ്റ് സൈലൻസ് വന്നു, സെക്കൻഡ് വൺ വന്നത് എന്താണ്, അഫർമേഷൻ. നെക്സ്റ്റ് വന്നത് വിഷ്വലൈസേഷൻ. നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എക്സസൈസ്, അല്ലേ? നെക്സ്റ്റ് റീഡിങ് ആൻഡ് സ്ക്രൈബിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ഡേ വളരെ പ്രൊഡക്റ്റീവായിട്ടും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. രാവിലെ തന്നെ നല്ലൊരു എനർജറ്റിക് ആയിട്ട്, അല്ലെ? ഇപ്പം മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് അറിയാം, മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നവർക്ക് അറിയാം, നല്ലൊരു റിലാക്സേഷനും ഒരു പോസിറ്റീവ് എനർജിയും നമുക്ക് ലഭിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ചെയ്യേണ്ട പടി കുറച്ച് നേരത്തെ എണീക്കുക. ഇപ്പോൾ എണീക്കുന്നതിനേക്കാൾ അരമണിക്കൂർ നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത്
നേരത്തെ ഒരു അരമണിക്കൂർ നേരത്തെ കിടക്കുക. ചില ആളുകൾക്ക് നേരത്തെ എണീക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും, ഞാൻ ഒരുപാട് നേരത്തെ എണീറ്റു, എനിക്ക് ഒരുപാട് ഉറക്കം പോയി, അല്ലേ? അങ്ങനെ അത് പിന്നെ അതൊരു നെഗറ്റീവ് തോട്ടായിട്ട് മാറും. അപ്പൊ അത് വരാതിരിക്കാൻ ഒരു അരമണിക്കൂർ നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരിലും കണ്ടുവരുന്ന, ഇപ്പം കോമൺ ആയിട്ട് കണ്ടുവരുന്നതും എല്ലാവരും പറയുന്നതായിട്ടുള്ള പ്രശ്നമാണ് ബെഡ് ടൈം വളരെ അങ്ങോട്ട് നീണ്ടുപോകുന്ന കാര്യം, അല്ലേ? ഒരു 12 അല്ലെങ്കിൽ 1 AM പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പം സ്റ്റുഡൻസിന്റെ സെഷനിലൊക്കെ നമ്മൾ ഇപ്പം സ്റ്റുഡൻസിന്റെ സെഷൻ നടക്കുന്നുണ്ടല്ലോ EFT, അതിലൊക്കെ കുട്ടികൾ പറയുന്ന കാര്യമാണ് വളരെ വൈകി ഉറങ്ങുന്നു, അതുപോലെ വളരെ വൈകി എണീക്കുന്നു എന്നുള്ളത്. അത് നമ്മുടെ ലൈഫിന് ഒട്ടും ഒരു നല്ല ഹാബിറ്റ് അല്ല. നമുക്ക് ഒരു 8 hours സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഫീഷ്യൻറ്റ് സ്ലീപ്പ് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ ഹോൾ ഡേ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നേരത്തെ എണീക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള സമയവും കിട്ടുക. പിന്നെ മോർണിംഗ് എന്ന് പറയുന്നത്, അല്ലേ, വളരെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന് എഫക്റ്റീവ് ആയിട്ടുള്ളതും റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ടൈമാണ്. അപ്പം നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക. ആരെങ്കിലും ഇങ്ങനെ ഒരുപാട് വൈകി ഉറങ്ങി നമ്മുടെ വൈകി എണീക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പം വൈകി ഉറങ്ങി നേരത്തെ തന്നെ എണീക്കും ചില ആളുകൾ. അപ്പോൾ അവർക്ക് എന്താണ് പ്രശ്നം? അവർക്ക് ഉറക്കം കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അവർക്ക് അവരുടെ മെമ്മറി അത് ബാധിക്കും, കോൺസെൻട്രേഷൻ അത് ബാധിക്കും. അതൊക്കെ അത് സാരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്കൊരു ലൈഫിൽ ഒരു റുട്ടീൻ, ഒരു കറക്റ്റായിട്ടൊരു ഹാബിറ്റ്, ഒരു സ്കെഡ്യൂൾഡ് ആയിട്ട് നമ്മൾ പോകുക എന്നുള്ളതും നമ്മുടെ ആ ഒരു ഡേ വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അതും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുക. വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഒരു ഡേ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 5-6 കാര്യങ്ങളും ചിലപ്പോൾ ആഡ് ചെയ്യാൻ കഴിയില്ല, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? അതിൽ വിഷമിച്ചിരിക്കാതെ ഓരോ കാര്യങ്ങളും നിങ്ങളിങ്ങനെ ആഡ് ചെയ്ത് പോരുക. അതിൽ നമ്മൾ സെൽഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു പ്രൗഡ് ഫീലിംഗ്, ഇപ്പം മിററിലൊക്കെ നോക്കിയിട്ട്, മിറർ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും പലരും, അതിലൊക്കെ നോക്കിയിട്ട് ആ ഒരു പ്രൗഡ് ഫീലിംഗ് നമുക്ക് നമ്മോട് തന്നെ പറയാം. നീ അടിപൊളിയാണ്, നമ്മുടെ പേര് വിളിച്ചുകൊണ്ട് തന്നെ പറയാം, ഇത്രയും കാര്യങ്ങൾ നീ ചെയ്തല്ലോ. ഇങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മൾ ബ്ലെയിം ചെയ്യാതെ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് എൻകറേജ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവുകയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞു വെച്ചിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് വിഷ്വൽ ചെയ്യാനോ അഫർമേഷൻസ് നമുക്ക് ആ ഒരു ഫീലിങ്ങോട് കൂടെ പറയാനോ കഴിയില്ല. മീൻസ് എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഒരു മണി ബ്ലോക്കുള്ള ആൾ, നല്ല രീതിയിൽ കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ എന്തായിരിക്കും, പ്രസന്റ് ടെൻസിൽ ഞാൻ റിച്ച് ആണ് എന്ന് ഫീൽ ചെയ്തുകൊണ്ട് പറയാൻ ചിലപ്പോൾ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വരില്ല, അല്ലേ? അപ്പൊ അവിടെ അവിടെ ഒരു സൊല്യൂഷൻ എന്താണ്? നമ്മൾ ഹീലിങ്ങിലൂടെ, മീൻസ് നമ്മുടെ പാസ്റ്റിൽ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ട്രോമകളിൽ നിന്നുണ്ടായിട്ടുള്ള ബിലീഫ് സിസ്റ്റമാണ് നമ്മെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അതായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് റിച്ച് ആണെന്ന് പറയുന്നത്, റിച്ച് ആണെന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനോ നമുക്കത് ആ ഒരു ഫീലിങ്ങിലേക്ക് വരാനോ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എന്ത് സൊല്യൂഷനാണ് നമ്മൾ എടുക്കേണ്ടത്? ഇപ്പൊ ഈ സെഷനിൽ ഇരിക്കുന്നവർ തന്നെ ഒരുപാട് പേര് അഫർമേഷൻസ് എഴുതുന്നവരുണ്ടാവാം, വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവാം, വിഷൻ ബോർഡ് സെറ്റ് ഉള്ളവരാവാം. പക്ഷെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഇമോഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ്. പ്രസന്റ് ടെൻസിൽ ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ ഒരു അഫർമേഷൻ പറയുമ്പോഴും ഈ ഒരു വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ, ആ ഒരു ഫീലിംഗ് നമുക്ക് നമ്മളിൽ നിന്ന് വരണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അത് വരുമ്പോഴാണ് നമ്മളിലേക്ക് അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്റ്റിലുള്ള ട്രോമാസ് ഹീൽ ചെയ്യപ്പെടണം. ഇത് ഹീൽ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മുടെ EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഈ ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് കോഴ്സ് നമുക്കിപ്പോൾ ഇൻസ്പയേഴ്സ് അക്കാദമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ട്, ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഈ ട്രോമകളിൽ നിന്ന് തന്നെയാണ്, അല്ലേ? നമ്മുടെ ഹെൽത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്താണ് നമ്മുടെ വെൽത്ത്.
വേറെ എന്തും നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രോബ്ലംസ്, റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ്, ഇവയെല്ലാം സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ പാസ്റ്റ് ട്രോമകളാണ്. ഈ പാസ്റ്റ് ട്രോമകൾ ഹീൽ ചെയ്യുകയും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മോർണിംഗ് റൂട്ടീൻസും കൂടെ ഫോളോ ചെയ്യുമ്പോഴും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ലൈഫ് അങ്ങ് എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സോ? ഇത്രയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. റെഡി അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി അല്ലേ എല്ലാവരും? ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? യെസ്, എല്ലാവരും റെഡിയാണ്. റെഡി. എല്ലാവരും ഫോളോ ചെയ്യുക. റെഡിയാണ് മാഡം. താങ്ക് യു. ആനന്ദ് സർ, താങ്ക് യു. താങ്ക് യു മാഡം. എഴുതാൻ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ല, അതുകൊണ്ടാണ് വോയിസിൽ വന്നിട്ടോ. ക്ഷമിക്കണം. താങ്ക് യു. ഓക്കെ, വോയിസിൽ വരാന്നുള്ളത് ഒന്നുകൂടെ നമുക്ക് അല്ലേ ഹാപ്പി, സന്തോഷമുള്ള കാര്യമല്ലേ? മാം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ അടുക്ക് കുറച്ച് വിട്ടുപോയി, പിന്നെ ഇപ്പോ രണ്ടാമത് പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമോ? അഫർമേഷൻ ആയിട്ട് 21 ഡേയ്സിന്റെ ആണ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, കുറച്ച് ഡേയിൽ പറഞ്ഞാൽ ഒരു 8 ദിവസമൊക്കെ ആയിരുന്നു. പിന്നെ അത് കുറച്ച് വിട്ടുപോയി, ഒരു മരണം സംഭവിച്ചപ്പോ ഫാമിലി. പിന്നെ അവിടുത്തെ പോക്കായിട്ട് അത് രണ്ടും, പിന്നെ അത് അങ്ങനെ നിന്നുപോയി. ഈ തന്നെ ഓക്കെ, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ലാറ്റിനി. നമുക്ക് അപ്പൊ ഇത്രയും വിട്ടുപോയത് കൊണ്ട് ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു മാം. നമുക്ക് ഒരു ദിവസം ഇപ്പം നമ്മൾ ഒരു ദിവസം അഫർമേഷൻ എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. 2 ദിവസം കുറച്ച് വിട്ടുപോയി. ആയാലും വലിയ കുഴപ്പമില്ല. പക്ഷെ 3 days ആയി കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് എഫക്റ്റീവ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം ഓരോ ഡെയിലി നമ്മളത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ തോട്ട്സ് അതിനെക്കുറിച്ച് തന്നെ ആവണം. 80% നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഈ ഒരു EFT കോഴ്സ് അവൈലബിൾ ആണോ, ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. യെസ്, അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ബാച്ച് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് മന്തിൽ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ മാം, അതല്ല 21 ഡേയ്സ് ആണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. അതിൽ ഒരു ഡേ വിട്ടാണെങ്കിൽ പിന്നെ അങ്ങനെ ഫോളോ ചെയ്യാൻ അല്ല, ഫോളോ ചെയ്ത് തന്നെ പോകണം. അത് ബാക്കി ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ 21 വീണ്ടും ക്രിയേറ്റ് ചെയ്യണോ? നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ബാച്ചിൽ മീൻസ് നിങ്ങളുടെ നമ്മുടെ EFT ബാച്ചിലെ കാര്യമല്ലേ പറയുന്നത്? അതെ. ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പൊ അവരുടെ കൂടെ ഫോളോ ചെയ്തോളൂ. എന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ 21 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യല്ലോ. അങ്ങനെ 21 ക്രിയേറ്റ് ചെയ്തതായിരുന്നു. അത് ഒരു 10 ദിവസം പോലെ ആയിരുന്നു. അതിന്റെ അടുക്ക് ഒരു ദിവസം വിട്ടു. പിന്നെ അത് 21, പിന്നെ അതിന്റെ ആഫ്റ്റർ ശേഷം 9 മുതൽ 21 മതിയോ, അല്ലെങ്കിൽ ഫസ്റ്റ് 2 സ്റ്റാർട്ട് ചെയ്യണോന്ന് ചോദിക്കുന്നു. മാം, ഞാൻ ചോദിക്കുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ 21 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? അപ്പൊ നിങ്ങൾ ഇപ്പൊ അവരുടെ കൂടെ തന്നെ ഫോളോ ചെയ്തിട്ട് പോവാ. ഓക്കെ. ഇനി മുതൽ അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എഴുതിക്കൊണ്ട് പോകുമ്പോൾ ഡെയിലി അത് എഴുതുക. അപ്പൊ അത് പിന്നെ അവരുടെ കൂടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. താങ്ക് യു മാം. ഓക്കെ, വിട്ടുപോവാതെ ശ്രദ്ധിക്കുക. അതാണ് മോർണിംഗിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാന്ന് പറയുന്നത് കേട്ടോ. മോർണിംഗ് ആരാണ് സംസാരിക്കുന്നത്? ഇങ്ങോട്ടാണോ? യെസ്, പറഞ്ഞോളൂ. അഫർമേഷൻസോ? സാറിന് എന്താണ്, ഏത് ഏരിയയിലാണ് പ്രോബ്ലം ഉള്ളത്? ഓക്കെ, അഫർമേഷൻസ് സാർ ഏത് ഗ്രൂപ്പിലാണുള്ളത് എന്ന് എനിക്കറിയില്ല. സാറിന്റെ പേരെന്തായിരുന്നു? സാബിത്ത്. കോഴ്സ് ചെയ്ത ആളാണോ? ചെയ്തിട്ടില്ല. വീഡിയോസ് കുറെ
നാളെ കുറച്ച് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ ഇടയ്ക്ക് കയറാറുണ്ട്, കണ്ടിന്യൂ ആയിട്ട് കയറാറില്ല. ഇനിയിപ്പോ ഡെയിലി കയറണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ. സാറ് ഉള്ള ഗ്രൂപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, സാറുള്ള ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് അഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് ചെയ്യാം. നമ്മുടെ ടീം മെമ്പർ സാറെ കണക്ട് ചെയ്യും. ഓക്കെ ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് അഫർമേഷൻ ഒന്ന് അയച്ചു തരണേ, പിന്നെ ചെവിന്റെ അതിനുള്ള. മാം, നമുക്ക് മെന്റേഴ്സിനെ നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തരും മാം. അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് സെഷൻ വരുന്നുണ്ടല്ലോ. മാമിന് ഒരു മെന്റർ ഉണ്ടാവും. ആ മെന്റർ ത്രൂ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഓഫ്ലൈൻ സെഷൻ അറ്റൻഡ് ചെയ്യാത്തവർക്കുള്ള സെഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പൊ 2 days അത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ. അതൊന്നും കണ്ടില്ല, ചായം കുടിച്ച് പോകുന്നതാണ്. അയ്യൂബ് ചായം കുടിച്ച് പോകുന്നതാണ്, പിന്നെ പോന്നപ്പോ കണ്ടില്ല അറിയാം. സേവേഴ്സിന് ഓക്കെ. ഓക്കെ, സേവേഴ്സിന് പെർട്ടിക്കുലർ ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഫസ്റ്റ് സൈലന്റ് ആയിട്ടിരിക്കുക അല്ലേ, അതിലേക്ക് അഫർമേഷൻസ് ആ ഒരു ഇതിനെ ഫോളോ ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ എക്സസൈസ് വരുന്നു അല്ലെ, റീഡിങ്, ജേർണലിങ്. അപ്പൊ അതൊരു ആ ഒരു രീതിയിൽ തന്നെയാണ് ആ ഓർഡർ അത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? താങ്ക് യു മാം. ഓക്കെ, വെൽക്കം. Thank you. എല്ലാവരും Thank you. ഫോളോ ചെയ്യും കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. ഈ 6 കാര്യം മാം വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരു ഓക്കെ, Thank താങ്ക് യു സോ മച്ച്. താങ്ക് Thank യു you, ma'am. എല്ലാവരും. യൂസ്ഫുൾ ആയിരുന്നു ക്ലാസ്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി. ആ 6 ഒന്നുകൂടി മാം പറയോ? ഒന്ന് ഓക്കെ. ജസ്റ്റ് എന്തൊക്കെയായിരുന്നു ജസ്റ്റ് ഒന്ന് സൈലൻസ്, ഫസ്റ്റ് വൺ Silence. സൈലൻസ്, സെക്കൻഡ് വൺ അഫർമേഷൻ, അഫർമേഷൻസ്. പിന്നെ വരുന്നത് സേവേഴ്സ്. സേവേഴ്സ്. ഓക്കെ, വിഷ്വലൈസേഷൻ. ചാറ്റിങ്ങിന് ഉണ്ടല്ലോ മാം. നെക്സ്റ്റ് വരുന്നത് എക്സസൈസ്. നെക്സ്റ്റ് വരുന്നത് റീഡിങ്. നെക്സ്റ്റ് വരുന്നത് സ്ക്രൈബിങ്. ഒന്ന് സൈലൻസ്, അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ, എക്സസൈസ്, റീഡിങ് ആൻഡ് സ്ക്രൈബിങ്. മേഡം ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. ഓക്കെ, ഈ 6 കാര്യങ്ങളും രാവിലെ തന്നെ ചെയ്യണോ അതോ ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ ചെയ്താൽ മതിയോ? അല്ല, രാവിലെ തന്നെ 8 AM മുമ്പ് ചെയ്യാനാണ് ആ ഒരു ബുക്കിൽ ഓർഡർ പറയുന്നത്. നമ്മുടെ മോർണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മൈൻഡ് അത്രയും, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ആൽഫ മോഡിലുള്ള കാമായിട്ടുള്ള മോഡിലുള്ള ഒരു ടൈമാണ്. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക്, ധൃതി പിടിച്ച കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ്ഫുൾ ആവും. ആ ഒരു ഡേ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ഒന്നും പെർഫോം ചെയ്യാനോ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനോ സാധിക്കില്ല. അപ്പം മിറാക്കിൾ മോർണിംഗ് തന്നെയാണ്, മോർണിംഗ് റുട്ടീൻ എന്ന് തന്നെയാണ് ഇത് പറയുന്നത്. അപ്പം ഈ കാര്യങ്ങൾ മോർണിംഗിൽ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. എത്ര മണി വരെയാണ് അതിന്റെ ടൈം? 8 AM മുമ്പ് എന്നാണ് ഓർഡർ അതിൽ പറയുന്നത്, ആ ഒരു ബുക്കിൽ പറയുന്നത്. 8 മണിക്ക് മുമ്പായിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ നേരത്തെ എണീക്കുക. ഇപ്പം എണീക്കുന്നതിൻ്റെ അരമണിക്കൂർ നേരത്തെ എണീറ്റ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. സ്ക്രൈബിംഗ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു മാം. സ്ക്രൈബിംഗ് എന്ന് പറയുമ്പോൾ ജേർണലിംഗ്, എഴുതുന്നതാണ്. ടു ഡു ലിസ്റ്റ് എഴുതാം, ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ അഫർമേഷൻ. സേവേഴ്സ് എന്ന് പറഞ്ഞതോ? സേവേഴ്സ് എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ സേവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, രക്ഷപ്പെട്ടവർ അല്ലെ, അങ്ങനെ പറയും നമ്മൾ. നമ്മുടെ ലൈഫ് സേവ് ചെയ്തവർ. അപ്പൊ അതിന്റെ ഓരോ യെസിന്റെ ഇതാണ് സൈലൻസ്, ഏഴേതാണ് അഫർമേഷൻ. ഇതെല്ലാം കൂടെ ആവുമ്പോൾ അവരുടെ ലൈഫ് അവര് സേവേഴ്സ് ആണ്, അവരുടെ ലൈഫ് രക്ഷപ്പെട്ടവരാണ്. ഇത്രയും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അവരാണ് ലൈഫിൽ സേവേഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹാവ് എ വണ്ടർഫുൾ ഡേ. Thank you, ma'am.
ഹലോ ഹാജറ മാം, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. മാമിന് എന്റെ മെന്റർ ആയിരുന്നല്ലോ അന്ന്. ഞാൻ റസിയ ആ മോങ്ങ. റസിയ മാം, എനിക്ക് മനസ്സിലായി. എന്താ മാം വിശേഷങ്ങൾ എന്താണ്? സുഖാണ്, അൽഹംദുലില്ലാ, അങ്ങനെ പോകുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു അല്ലേ? സന്തോഷം. ഈ മാം ക്ലാസ് കേട്ടപ്പോ ക്ലാസ്സിൽ ആ ഓർമ്മ അത് പുതുക്കാനായി, അന്നത്തെ ഓർമ്മകളൊക്കെ ഒന്ന്. ഓക്കെ ഓക്കെ, അതെ, നജ്മ മാമിനെ കണ്ടു, താങ്ക് യു. ഹാപ്പി ആയി. താങ്ക് യു സോ മച്ച്. അൽഹംദുലില്ലാ. ക്ലാസ് ഉപകാരപ്പെട്ടോ എന്താണ്? ഓ, ഓ നല്ല അൽഹംദുലില്ലാ, ഉപകാരപ്പെട്ടു. നല്ല രീതിയിൽ പറഞ്ഞിരുന്നതൊക്കെ മനസ്സിലാക്കാൻ കുറച്ചൊന്ന് പറ്റി. ചിക്കിച്ച കണ്ടു. ഓക്കെ ഓക്കെ, താങ്ക് യു. നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റി മാം. അൽഹംദുലില്ലാ. ഉഷാറായിട്ടുണ്ട്, അൽഹംദുലില്ലാ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഓക്കെ, നാം ഹാപ്പി വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. എല്ലാവർക്കും ഓക്കെ, താങ്ക് യു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഇത് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓരോരോ കാര്യങ്ങളെങ്കിലും ഡെയിലി ചെയ്ത് ആഡ് ഓൺ ചെയ്ത് വരാം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതിലൊരിക്കലും സ്ട്രെസ്ഫുൾ ആവരുത്, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള. 1 by 1 ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് ഗ്രാജുവലി ആഡ് ചെയ്ത് വരാം. ഓക്കെ. ഓക്കെ, ഓക്കെ, നമസ്കാരം മേഡം. അപ്പൊ പറഞ്ഞപ്പോ ഒരു കാര്യം ഓർമ്മ വന്നു മേഡം. ആ ഒറ്റ എന്തായാലും ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഇല്ല. കൊറോണ വന്നതിന് ശേഷമാണ് ഞാൻ തൊടിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ഇവിടെ പണിക്കാരില്ല, 2 ഏക്കർ സ്ഥലം ഉണ്ട് മേഡം. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഇതിൽ വളപ്പൊടി ഇടുക, ചെത്തുക, നേരെയൊക്കെ ഒന്നും സാധ്യമല്ല. പക്ഷെ ഞാൻ വിടാതെ ദിവസവും ചെയ്യുന്നുണ്ട്. ഇപ്പൊ വൃത്തിയായി കിടക്കണുണ്ട് മേഡം. അത് അതെ അതെ വിടാണ്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ നമ്മൾ വിജയത്തിൽ എത്തുന്നുള്ളതിന് ഒരു ആ ഉദാഹരണത്തോടു കൂടി പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. എന്താ വെച്ചാൽ എല്ലാവരുടെ മൈൻഡിൽ അത് കേറിക്കോളും. ഒരു അതെ അതെ ഉപമയോട് കൂടി പറഞ്ഞു. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ താങ്ക് യു മേഡം. അതുപോലെ ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്താൽ നമ്മൾ നമ്മെ അപ്രീഷിയേറ്റ് ചെയ്യാം. ഇത്രയും വലിയ കാര്യം ഞാൻ ചെയ്തല്ലോ, നമ്മൾ ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിന് പകരം ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് വലിയ മിറാക്കിൾസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും. അത് നമ്മൾ സ്വയം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ മേഡം, താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ശരത് സർ വൈൻഡപ്പ് ചെയ്യാലോ ആ അല്ലേ? വരുന്നു. താങ്ക് യു മാം.